നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ, നിങ്ങളൊരു ബിഗിനറാണ്, പക്ഷെങ്കിൽ ചാനലിന് വലിയ കാര്യമായിട്ടുള്ള വ്യൂ ഒന്നും കിട്ടുന്നില്ല, സബ്സ്ക്രൈബർ ലഭിക്കുന്നില്ല, ചാനലിന് ഗ്രോത്ത് ഇല്ല എങ്കിൽ ഇനി ഞാൻ പറയുന്ന ചെറിയ ചില സെറ്റിംഗ് ഉണ്ട്, അതുമാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. നമ്മൾ സാധാരണ വ്യൂസ് കുറയുകയാണെങ്കിൽ, സബ്സ്ക്രൈബർ കുറയുകയാണെങ്കിൽ, ചാനലിന് വലിയ ഓളമൊന്നും കിട്ടുന്നില്ല എങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് കുറച്ച് ടാഗ് ആഡ് ചെയ്യും. ഹാഷ്ടാഗ്, ഡിസ്ക്രിപ്ഷൻ, കീവേഡ്സ് എന്നിവ ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും കാത്തിരിക്കും. ഒരാഴ്ച കഴിഞ്ഞ്, 1.5 ആഴ്ച കഴിഞ്ഞ്, 2 ആഴ്ച കഴിഞ്ഞ് വലിയ വ്യൂസ് ഒന്നും വീണ്ടും കിട്ടുന്നില്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന ഉപായം നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷിക്കണം. ഞാൻ മറ്റ് ചാനലിൽ പരീക്ഷിച്ച് ഫലം കണ്ടതിന് ശേഷമാണ് നിങ്ങളോട് ഞാനിത് പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു വളരെ വലിയ ബൃഹത്തായ ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ വളരെയധികം വീഡിയോസും പലരുടെ ചാനലുകളും അതിനുള്ളിൽ നിന്നും പല പല ടിപ്പുകളും എല്ലാം നമുക്ക് ലഭ്യമാണ്. പക്ഷെങ്കിൽ ഇനി ഞാൻ പറയുന്ന പോലത്തെ ഉപകാരപ്രദമായ ടിപ്പുകൾ ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കണ്ട് അത് നിങ്ങളുടെ ചാനലിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഗ്രോ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതുവഴി മോണിറ്റൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടി നൽകുന്നു. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യമെന്ന് ചെയ്യുന്ന സെറ്റിംഗ് മുതൽ അവസാനം വരെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്ത തെറ്റുകളെന്ന് ആദ്യം മനസ്സിലാക്കണം. അതിനനുസരിച്ച് നമ്മൾ, അതായത് ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്ന സ്ഥലത്ത് കുറേ ഡിസ്ക്രിപ്ഷൻ എഴുതി, മൈ ചാനൽ ഈസ് ദിസ്, ഇതാണ് പിന്നെ അതിനെക്കുറിച്ചുള്ള വിവരണമാണ്, ഇതാണ് പറയാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ കുറേ ചാനലിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ചൊക്കെ എഴുതും. അതിനുശേഷം ടാഗ് കുറേ ആഡ് ചെയ്യും. പക്ഷേ അങ്ങനെ വെറുതെ നമ്മളത് കോളം തികയ്ക്കാൻ വേണ്ടി കുറേ ടാഗ് ഇടുകയോ ഡിസ്ക്രിപ്ഷൻ എഴുതുകയോ ചെയ്തിട്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പം ആദ്യം നമുക്ക് ക്രോം ബ്രൗസറിലേക്ക് ചെന്നിട്ട് അടുത്ത ചാനലിലേക്ക് പോയി എന്താണ് അവിടെ ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. അതിനായി ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം യൂട്യൂബിൻ്റെ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓപ്പൺ ചെയ്യുക. www.youtube.com അടിച്ച് അതിൻ്റെ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങളുടെ ചാനലിൻ്റെ ഐക്കണിന് താഴെ ക്രിയേറ്റർ യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ട്. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സെറ്റിങ്സ് ഓപ്പൺ ആക്കണം. അതിൽ ചാനൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബേസിക് ഇൻഫർമേഷനിൽ കൺട്രി ഇന്ത്യ എന്ന് സെറ്റ് ചെയ്യണം. ഇത് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും, കാരണം ഇതൊക്കെ ബേസിക് സെറ്റിങ്സ് ആണ്, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതിന് താഴെ കീവേഡ്സിൻ്റെ കോളമുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്കത് ബ്ലാങ്ക് ആയിട്ട് വെക്കാം, പിന്നീട് അത് നമുക്ക് ഫില്ല് ചെയ്യാം. ഇനി മുകളിൽ അഡ്വാൻസ് സെറ്റിംഗ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ മെയ്ഡ് ഫോർ കിഡ്സ് ആണോ എന്ന ചോദ്യത്തിന് നോ, നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ലെഫ്റ്റ് സൈഡിലെ സെറ്റിങ്സിലെ മൂന്നാമത്തെ ഓപ്ഷനായ അപ്ലോഡ് ഡീഫോൾട്ടിലേക്ക് പോവുക. അതിൽ 2 കാര്യങ്ങളാണ് സെറ്റ് ചെയ്യേണ്ടത്. ഒന്ന് ടൈറ്റിൽ, 2 താഴെ അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ. ആദ്യം ടൈറ്റിൽ എന്ന കോളം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടതാണ്. ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ചാനലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട ഒരു വരി വെറുതെ എഴുതി വെക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഡെമോയ്ക്ക് വേണ്ടി കുക്കിംഗ് ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടൈറ്റിലിൽ കുക്കിംഗ് ചാനൽ എന്ന് എഴുതിയാൽ അതിന് റീച്ച് കിട്ടില്ല. യൂട്യൂബ് അലോഗരിതം അനുസരിച്ച് സംഗതികൾ എഴുതിയാൽ മാത്രമേ നമുക്ക് അതിന് റീച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെ സാധ്യമാകാം എന്ന് നോക്കാം. ഈ കാര്യങ്ങളൊക്കെ യൂട്യൂബ് ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ചു കാണുക. ക്രോം ബ്രൗസറിൽ നമുക്ക് www.chatgpt എന്ന് ടൈപ്പ് ചെയ്യുക. ChatGPT ലോഗിൻ പേജ് ഓപ്പൺ ആയിരിക്കുകയാണ്. നാം ഗൂഗിൾ അക്കൗണ്ട് വഴി അത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ ഒരു പേജ് നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആകും. അതിൽ
നമുക്ക് ടൈറ്റിലാണ് ചാറ്റ് GPT-യിലൂടെ നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കോളം ടൈറ്റിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ചാറ്റ് GPT-യിലൂടെ നമുക്ക് അതിനുള്ള ആൻസർ നോക്കാം. അതിൽ റൈറ്റ് SEO ഫ്രണ്ട്ലി ടൈറ്റിൽ ഫോർ മൈ യൂട്യൂബ് ചാനൽ അബൌട്ട് കുക്കിംഗ്. ഡെമോയ്ക്ക് വേണ്ടി ഞാനിവിടെ കുക്കിംഗ് എന്നാണ് എഴുതി സബ്മിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടൻറ്റിനനുസരിച്ച് എഴുതി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ SEO ഫ്രണ്ട്ലി ആയ ഒരു ടൈറ്റിൽ യൂട്യൂബിന് വേണ്ടി ചാറ്റ് GPT സജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഓക്കെ, സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതാ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡിലീഷ്യസ് ഡിലൈറ്റ്സ് culinary ക്രിയേഷൻസ് യുവർ ഗൈഡ് ടു മൗത്ത് വാട്ടറിംഗ് റെസിപ്പി എന്നാണ്. പിന്നെ വേറെയും സജഷൻസ് വേണമെങ്കിൽ റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സെക്കൻഡ് സജഷൻ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്നും ഏതാണോ സ്യൂട്ടബിളായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത്, SEO ഫ്രണ്ട്ലിയാണ് 2 ടൈറ്റിലും, അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ടൈറ്റിൽ കോളത്തിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ആദ്യത്തെ ടൈറ്റിൽ കുഴപ്പമില്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ട് ഞാനത് കോപ്പി ചെയ്ത് ടൈറ്റിൽ കോളത്തിൽ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് മുമ്പ് ടൈറ്റിൽ കോളത്തിൽ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ സോൾട്ടി എന്നാണ്, ഈ കുക്കിങ്ങിൻ്റെ ആയതുകൊണ്ട് ഡെമോയ്ക്ക് വേണ്ടി ഇട്ടിരിക്കുന്നത്. സോൾട്ടി എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ആ ഇഷ്ടപ്പെട്ട വാചകം ഞാൻ അവിടെ ടൈറ്റിലായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ സോൾട്ടി യുവർ ഗൈഡ് ടു മൗത്ത് വാട്ടറിംഗ് റെസിപ്പി. അത് കുഴപ്പമില്ല, ഒരു നല്ലൊരു ടൈറ്റിലായിട്ട് തോന്നിയത് കൊണ്ട് ഞാനത് സെലക്ട് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്തു. ഇതുപോലെ ഡിസ്ക്രിപ്ഷനും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. വീണ്ടും അതിനുവേണ്ടി ചാറ്റ് GPT പേജിൽ പോയി റൈറ്റ് എ SEO ഫ്രണ്ട്ലി ഡിസ്ക്രിപ്ഷൻ ഫോർ മൈ യൂട്യൂബ് ചാനൽ അബൌട്ട് കുക്കിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് വീണ്ടും സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ സജഷൻ കിട്ടിയിരിക്കുകയാണ്. വെൽക്കം ടു അവർ ഫ്ലേവേർഡ് വേൾഡ് ഓഫ് culinary അഡ്വഞ്ചർ സോ ആൻഡ് സോ എന്ന ഡീറ്റെയിൽഡായ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ കിട്ടി. അതിൽ നിന്ന് നമുക്ക് അനുയോജ്യമായവ അതേപോലെ സെലക്ട് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും റിഫ്രഷ് ചെയ്ത് ചാറ്റ് GPTയിൽ സെക്കൻഡ് സജഷൻ കൂടി നമുക്ക് നോക്കി അതിൽ നിന്നും സ്യൂട്ടബിൾ ആയത് സെലക്ട് ചെയ്ത് വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ കൂടെ നമ്മുടെ അതായത് വെൽക്കം ടു എന്നുള്ളിടത്ത് നമ്മുടെ ചാനലിൻ്റെ പേര് ആദ്യം ആഡ് ചെയ്യണം. ഞാനിവിടെ സോൾട്ടി എന്ന ചാനൽ നെയിം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള സൂപ്പർ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതിൽ നമ്മുടെ FB ഇൻസ്റ്റ ലിങ്ക് കൂടി ഉൾപ്പെടുത്തണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സെറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ താഴെ വിസിബിലിറ്റി എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് അൺലിസ്റ്റഡ് ആക്കി വെക്കണം. എല്ലാ സെറ്റിങ്സും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പബ്ലിക് ആക്കാവൂ അത്. നെക്സ്റ്റ് ടാഗ് സെക്ഷനാണ്. അതും ഇതുപോലെ ചാറ്റ് GPTയിൽ പോയി സജസ്റ്റ് സം SEO ടാഗ്സ് ഫോർ മൈ യൂട്യൂബ് ചാനൽ കോൾഡ് സോൾട്ടി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം ഓർക്കണം, ഞാൻ സോൾട്ടി എന്ന് എഴുതിയിരിക്കുന്നത് ഞാനൊരു ഡെമോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ചാനലായതുകൊണ്ടാണ്. നിങ്ങളുടെ ചാനൽ ഏതുമാകട്ടെ അതിനനുസരിച്ച് നിങ്ങൾ ചാറ്റ് GPTയിൽ സജഷൻ ചോദിക്കാവുന്നതാണ്. ഇത്രയും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നല്ല സ്യൂട്ടബിളായിട്ടുള്ള SEO ഫ്രണ്ട്ലി ടാഗ് നമുക്ക് കിട്ടുന്നതായിരിക്കും. റിഫ്രഷ് ചെയ്ത് 2 തവണ ടാഗ്സ് നമുക്ക് കിട്ടിയതിന് ശേഷം രണ്ടിൽ നിന്നും സ്യൂട്ടബിളായിട്ടുള്ള നമ്മുടെ സബ്ജക്റ്റുമായിട്ട് സ്യൂട്ടബിളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്യൂട്ടബിളായിട്ടുള്ളത് സെലക്ട് ചെയ്ത് ടാഗ് സെക്ഷനിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇവിടെ ടാഗ് ഡയറക്റ്റ് എല്ലാം കൂടി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ ടാഗ് കഴിഞ്ഞും എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ അടുത്തത് ആഡ് ആകുകയുള്ളൂ. അതുകൊണ്ടൊരു ബുക്കിലോ പേപ്പറിലോ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഓരോ ടാഗും
ആഡ് ചെയ്യേണ്ടതാണ്. ഇതിൽ നമുക്ക് മലയാളത്തിലുള്ള വീഡിയോ ആയതിനാൽ പ്രധാന ടാഗിൻ്റെ കൂടെ ഇൻ മലയാളം എന്ന് ആഡ് ചെയ്യണം. ഇനി ചെയ്യേണ്ട പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നും സെലക്റ്റഡ് ടാഗുകൾ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ടൈറ്റിലും ആഡ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഈ SEO ഫ്രണ്ട്ലി ടാഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് സെലക്റ്റഡ് എടുത്ത് നമുക്ക് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കേണ്ടതാണ്. ഞാനിവിടെ ചാനൽ നെയിം, ഹാഷ്ടാഗ് കൂടാതെ കുറേ ടാഗുകളും ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് വീണ്ടും ചാനൽ ഓപ്ഷനിൽ പോയിട്ട് തുടക്കത്തിൽ നാം ബ്ലാങ്കായി ഇട്ടിരുന്ന കീവേഡ് സെക്ഷൻ ഫിൽ ഔട്ട് ചെയ്ത് സെറ്റിംഗ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് അപ്ലോഡ് ഡീഫോൾട്ടിൽ നാം ആഡ് ചെയ്ത ടാഗിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള ഈസി റെസിപ്പി, കുക്കിംഗ് ചാനൽ മലയാളം, കുക്കിംഗ് ടിപ്സ്, ചാനൽ നെയിം എക്സെട്ര ടാഗായിട്ടും കീവേഡായിട്ടും ഇവിടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ യൂട്യൂബ് നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്യാൻ പാകത്തിന് നാം SEO നല്ല രീതിയിൽ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ടാഗ്, കീവേഡ് ഇവ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ചെയ്തതിന് ശേഷം 100% ഞാൻ ഗ്യാരണ്ടി നൽകുന്നു, നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യുക തന്നെ ചെയ്യും. ചാനലിൻ്റെ ഇമ്പോർട്ടൻറ്റ് സെറ്റിങ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നൂടെ പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിക്കാണിത്. ഉദാഹരണം, ഞാൻ ഇത്രയും ചാനൽ ബേസിക് സെറ്റിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് കേരള സ്റ്റൈൽ ഫിഷ് കറി എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ YT സ്റ്റുഡിയോയിൽ കയറി ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നാം മുകളിൽ പറഞ്ഞ എല്ലാ കീവേഡ്സും ടാഗും ഡിസ്ക്രിപ്ഷനും ബേസിക്കായിട്ട് ആഡ് ചെയ്തതിൽ നിന്ന് അതിൽ നിന്ന് കീവേഡ്സും ടാഗ്സും എടുത്തിട്ട് നമ്മുടെ പർട്ടിക്കുലർ ഓരോ വീഡിയോയിലും നമ്മൾ ആഡ് ചെയ്യണം. ആ അപ്ലോഡർ വീഡിയോയുമായി ബന്ധപ്പെട്ട ടാഗും കീവേഡും കൂടാതെ നമ്മൾ ബേസിക്കായിട്ട് ഇപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തിരുന്ന ആ ടാഗും കീവേഡും എല്ലാം അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോഴേ അത് പൂർണ്ണമാകുകയുള്ളൂ. ഈ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് നിങ്ങൾ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ വ്യൂസും സബ്സ്ക്രിപ്ഷനും അതുവഴി ഗ്രോത്തും ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ചാനലിനെ ഈ രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്ത് വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.